ഹലോ എവരി വൺ, റാങ്ക് റൈസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സോൾവ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ആണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ്? ഇതിനർത്ഥം നമ്മളെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 10. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എക്സ് എന്താണെന്ന് അറിയില്ല, വൈ എന്താണെന്ന് അറിയില്ല. ഇതാണ് അൺനോൺ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ടു വേരിയബിൾസ് വെച്ചുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അൺനോൺസ് ഉണ്ടാവും. ടു അൺനോൺസ്. അപ്പോൾ ലീനിയർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ലീനിയർ ആണ് എന്ന് പറയാൻ കാരണം ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആണ്. ഓക്കെ, ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 2y, സെക്കൻഡ് ഡിഗ്രി. എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ തേർഡ് ഡിഗ്രി. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ടേംസ് ആണ്. ഈ ലീനിയർ ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എ എക്സ് പ്ലസ് ബി വൈ, അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ വേണ്ട, a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. റൈറ്റ് ഹാൻഡ് സൈഡ് ഫുൾ 0 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ്റെ റിയൽ കോയിഫിഷ്യൻസ്, ഈ അൺനോൺ വേരിയബിളിൻ്റെ റിയൽ കോയിഫിഷ്യൻ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. a1 ബൈ b1 is equal to is not equal to b1 a1 by a2, sorry. ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് a1 by a2 is not equal to b1 by b2 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്. വൺ സൊല്യൂഷൻ. നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. പിന്നെ അടുത്തത് a1 by a2 is equal to b1 by b2 is equal to c1 by c2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അതായത് എണ്ണി തീരാൻ പറ്റാത്തത്ര സൊല്യൂഷൻസ് ഉണ്ടാവും ഈ ഒരു കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ. പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് അവസാനം നമുക്ക് പറയാനുള്ളത് a1 by a2 is equal to b1 by b2 which is not equal to c1 by c2. ഇതിന് നമുക്ക് നോ സൊല്യൂഷൻ ഉണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് നമുക്കുള്ളത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു രണ്ട് ഇക്വേഷൻസിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് 3y = 6 ആണ്. ഈ ഒരു ലൈനിൻ്റെ ഗ്രാഫാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് ഈ 2x മൈനസ് 3y = 12. ഇത് രണ്ട് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടുന്നുണ്ട്. ആ ഇൻ്റർസെക്ഷൻ പോയിന്റ് ആണ് 6,0 എന്നത്. അതെങ്ങനെ കിട്ടിയത്? അത് നമുക്ക് ഒന്നെങ്കിൽ ഈ രണ്ട് ലൈൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് വരക്കാം. എങ്ങനെയാണ് രണ്ട് ലൈൻസ് വരക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് രണ്ട് എന്തായാലും സോൾവ് ചെയ്യണം. നമുക്ക് രണ്ട് ഇക്വേഷൻ തന്നു, അത് നമ്മളോട് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് സോൾവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സൈറ്റ് അല്ലെങ്കിൽ ജിയോജബ്ര എന്ന് പറഞ്ഞിട്ട് സൈറ്റ് ആപ്പിലേക്ക് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഒരു ഇക്വേഷനെ നമുക്ക് തന്നിട്ട് അത് ഗ്രാഫിക്കലി വരക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സോൾവ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഓരോ ഇക്വേഷൻ എവിടെയാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും തട്ടുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഗ്രാഫിക്കലി വരയ്ക്കാൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളൂ. ഇവിടെ എക്സ് 0 കൊടുക്കുമ്പോൾ y നമുക്ക് 2 കിട്ടുന്നുണ്ട്, x 0 കൊടുക്കുമ്പോൾ y 2 കിട്ടുന്നുണ്ട്.
y0 കൊടുക്കുമ്പോൾ x6 കിട്ടുന്നുണ്ട്. അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് അല്ലേ. ഇതാ x0, ഇവിടെ x0 ആകുമ്പോൾ y2 കണ്ടോ, y0 ആകുമ്പോൾ ഇവിടെ x6 കേട്ടോ. ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് x0 കൊടുക്കുമ്പോൾ y-4, പിന്നെ പിന്നെ എക്സ് ഇവിടെ 6 കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വൈക്ക് 0 കൊടുക്കുമ്പോൾ x6 കിട്ടും തോന്നുന്നുണ്ട്. ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് x6 കിട്ടും തോന്നുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് നോക്കുക. ഇതിൽ വൈക്ക് 0 കൊടുത്ത് എക്സിന് 6 കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കി നോക്കുക കേട്ടോ. പിന്നെ അങ്ങനെ നമുക്ക് എക്സ് ആക്സിസിലും വൈ ആക്സിലും തട്ടുന്ന പോയിന്റ്സ് കിട്ടും. ഓക്കെ, ഈ ഗ്രാഫിൽ ഇത്ര ഇപ്പോൾ പറയാനുള്ളൂ. ഇനി നമുക്ക് എടുത്ത് നോക്കാനുള്ളത് ജസ്റ്റ് ഒരു ഇക്വേഷൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഇക്വേഷന് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്, 3 മെത്തേഡ്സ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ്. നമ്മളിപ്പോൾ കണ്ട ഈ ഗ്രാഫ് വെച്ചിട്ട് വരച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് അതൊരു മെത്തേഡാണ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. തേർഡ് മെത്തേഡാണ് എലിമിനേഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് ഇപ്പോൾ പറഞ്ഞിരുന്നില്ല. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന അതേ രീതിയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ്സിലേക്കുള്ള 2 മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഫോം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദ സൊല്യൂഷൻസ്. ഗ്രാഫിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്നില്ല. ഫൈൻഡ് ദ സൊല്യൂഷൻസ്. ഓക്കെ, 10 students of class 10 took part in a mathematics quiz. If the number of girls is 4 more than the number of boys, find the number of boys and girls who took part in the quiz. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഗേൾസും ബോയ്സാണ് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബോയ്സിൻ്റെ നമ്പർ ഓഫ് ബോയ്സിന് എക്സ് എന്ന് കൊടുക്കുക, നമ്പർ ഓഫ് ഗേൾസിന് വൈ എന്ന് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് തന്ന ഡാറ്റ വെച്ചനുസരിച്ച് 10 സ്റ്റുഡൻ്റ് ആണ് ടോട്ടൽ ഉള്ളത് ക്വിസിന് പങ്കെടുത്തവർ. ഓക്കെ, ഇതിൽ ഗേൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ബോയ്സ് ആയിരിക്കാം. അതിനർത്ഥം എന്താ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 എന്നാണ്. ഓക്കെ, ഇനി വേറൊരു ഡാറ്റ തന്നിട്ടുള്ളത് ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇസ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ്. കേട്ടാ, നമ്പർ ഓഫ് ഗേൾസ് ഇസ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ്. അതായത് എക്സ് ബോയ്സിൽ 4 ആൾ കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഗേൾസിൻ്റെ നമ്പറുമായി തുല്യമായിരിക്കും. എക്സ് അതായത് ബോയ്സ് 4 ആളും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ഗേൾസിൻ്റെ നമ്പറായി തുല്യമായിരിക്കും. അതല്ല ഇതിൻ്റെ അർത്ഥം. കാരണം ഇപ്പോൾ നിലവിൽ ഗേൾസിന് 4 ആൾക്കാർ കൂടുതലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? ഡയറക്റ്റ് ഈ y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്നത് ഈ ഒരു ഇക്വേഷൻ ഇട്ടെടുക്കുക. അങ്ങനെ ഇട്ടെടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 10 കിട്ടും. അല്ലെങ്കിൽ 2x പ്ലസ് 4 ഇസ് ഈക്വൽ ടു 10, അല്ലെങ്കിൽ 2x ഇസ് ഈക്വൽ ടു 6, എക്സ് ഇസ് ഈക്വൽ ടു 3 കേട്ടോ. അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് കിട്ടി. നമ്പർ ഓഫ് ഗേൾസ് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഉണ്ട്. y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4, എക്സ് കിട്ടിയത് 3 ആണ്. 3 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 7. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തത് എലിമിനേഷൻ മെത്തേഡ്. എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് കിട്ടിയ ആ ഇക്വേഷൻ ഉണ്ട് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10. പിന്നെ എനിക്ക് തോന്നുന്നു എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു വൈ. നമുക്കൊന്ന് വൈനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം, 4നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു -4. ഈ 2 ഇക്വേഷൻ ഉണ്ട്. ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വൈനെ എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോജിക് ഉപയോഗിച്ചാൽ മതി. ഈ 2 ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വൈ ക്യാൻസൽ ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഈ 2 ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഒഴിവായി കിട്ടും. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്തതിന് എന്ത് കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്താൽ 2x. അപ്പോൾ വൈ ക്യാൻസലായി. പിന്നെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 പ്ലസ് മൈനസ് 4 10 പ്ലസ് മൈനസ് 4 10 മൈനസ് 4 6 കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഇസ് ഇക്വൽ ടു 3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ വൈന് അതേ വാല്യൂ കിട്ടിയാൽ നമുക്ക് നേരത്തെ കിട്ടിയ സെയിം വാല്യൂ കിട്ടും 7. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് നല്ല സ്പീഡായിട്ട് ചെയ്ത് നോക്കാം. 5 pencils and 7 pens together cost 50 rupees, whereas 7 pencils and 5 pens together cost 46 rupees. Find the cost of 1 pencil and that of 1 pen. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് പെൻസിലും കോസ്റ്റ് ഓഫ് പെൻസ് ആണ്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് പെൻസിൽ എക്സ് എന്ന് കൊടുക്കാം. കോസ്റ്റ് ഓഫ് പെൻസ് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, 5 pencils and 7 pens കോസ്റ്റ് 50 rupees. ഒരു ഡാറ്റയാണ്. 5 pencils അതായത് 5x പ്ലസ് 7y ഇസ് ഈക്വൽ ടു 50. രണ്ടാമത്തെ ഡാറ്റ എന്താണ്? 7 pencil and 5 pens together cost 46 rupees. 7x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 46 അല്ലേ? ഇനി നമുക്ക് ഇത് രണ്ട് സോൾവ് ചെയ്യണം. ഫസ്റ്റ് മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് 5x ഇസ് ഈക്വൽ ടു ഈ 7yനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 50 മൈനസ് 7y. എക്സ് ഇസ് ഈക്വൽ ടു 50 മൈനസ് 7y ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. 5നെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 10 മൈനസ് 7/5y. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ എക്സിന്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ എന്താ കിട്ടാൻ നോക്കാം. അന്നേരം നമുക്ക് കിട്ടുന്നത് 7 ഇൻറ്റു 10 മൈനസ് 7/5y പ്ലസ് 5y ഇസ് ഈക്വൽ ടു 46. 70 മൈനസ് 7 ഇൻറ്റു 7 49/5y പ്ലസ് 5y ഇസ് ഈക്വൽ ടു 46. നമുക്കിനി ഈ 46നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും പിന്നെ ഈ മൊത്തം വാല്യൂ ഇതിൻ്റെ വാല്യൂ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇതെന്താ കിട്ടുന്നത്? 25 പ്ലസ് മൈനസ് 49y പ്ലസ് 25y. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. 424 വരും അല്ലേ? 24 ഇസ് ഇക്വൽ ടു മൈനസ് 49/5 പ്ലസ് 49/5y മൈനസ് 5y അല്ലേ? നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൈന് മാറും അല്ലേ? ഇനി നമുക്ക് 49y മൈനസ് 5 ഇൻറ്റു 5 25y ഹോൾ ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. ഇനി 5നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് 120 കിട്ടും അല്ലേ? 24 ഇൻറ്റു 5 ഇസ് 120. ഇനി നമുക്ക് ഇവിടെ കിട്ടുന്നത് 424 അല്ലേ? അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തല്ലേ അല്ലേ? ഇത് പോയി 5 ടൈംസ് y ഇസ് ഇക്വൽ ടു 5 എന്ന് കിട്ടും. y ഇസ് ഇക്വൽ ടു 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈസിയിൽ എക്സിന് വാല്യൂ കൃത്യം കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഇക്വൽ ടു 10 മൈനസ് 7/5 ഇൻറ്റു 5 എക്സ് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പെൻസിലിൻ്റെ വില 3 രൂപയും പെന്നിൻ്റെ വില 5 രൂപയാണ്. ഓക്കെ, നല്ല ചീപ്പാണല്ലേ? ഇപ്പോൾ ഒരു പെന്നിപ്പോൾ 5 രൂപയ്ക്ക് ചില കടയിൽ പോയി കിട്ടും അല്ലേ? പെൻസിലിന് എനിക്ക് തോന്നുന്നു 5 rupees തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളൊന്ന് കുറച്ച് വെള്ളം കുടിച്ചോ. ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, എപ്പോഴും നല്ലോണം വെള്ളം കുടിക്കാം ക്ലാസ്സിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, എന്നാലും നമ്മൾ ബ്രെയിൻ ഷാർപ്പായി നിൽക്കും. ജസ്റ്റ് കുറച്ച് സമയം ബ്രേക്ക് എടുക്കാം, വെള്ളം കുടിക്കാം, എനർജൈസ്. ഐ ബി ബാക്ക്. ഓക്കെ, എല്ലാവരും വെള്ളം കുടിച്ചു, നല്ല ബ്രേക്കൊക്കെ എടുത്ത് കഴിഞ്ഞു വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ടാക്സി ചാർജസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ ടാക്സി ചാർജസ് ഇൻ എ സിറ്റി കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് ചാർജ് together with the charge for this distance covered. For a distance of 10 kilometers, the charge paid is 105, and for a journey of 15 kilometers, the charge paid is 155. What are the fixed charges and the charge per kilometer? How much does a person have to pay for traveling a distance of 25 kilometers? 25 kilometers. Okay. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഓട്ടോറിക്ഷ പോകുന്ന സമയത്ത്
നമുക്കൊരു ഫിക്സഡ് ചാർജ് ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ ഫിക്സഡ് ചാർജ് അധിക സ്ഥലത്തും 30 റുപ്യാണ്, 30 റുപ്പീസാണ്. അപ്പോൾ ഓരോ കിലോമീറ്റർ അനുസരിച്ച് എനിക്ക് തോന്നുന്നു 15 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആലോചിക്കാം. ഇവിടെ ഫിക്സഡ് ചാർജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോ കിലോമീറ്റർ അനുസരിച്ച് പൈസ കൂടുന്നുമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഫിക്സഡ് ചാർജിന് ഒരു ലെറ്റർ ഡിനോട്ട് ചെയ്യണം, ഫിക്സഡ് ചാർജ്. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ചാർജിന് ഇപ്പോൾ തൽക്കാലം നമുക്കൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് എ എന്ന് കൊടുക്കാം. ഓക്കെ, എക്സും വൈയിൽ കുറേ കൊടുത്തില്ല, ഇനി നമുക്ക് എ കൊടുക്കാം, എയും ബിയും കൊടുക്കാം. ഫിക്സഡ് ചാർജ് എ, പിന്നെ പെർ കിലോമീറ്റർ ചാർജ് ബി ആയിക്കോട്ടെ. ഇനി ഇവരെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് ഡാറ്റ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 10 കിലോമീറ്റേഴ്സ് ചാർജ് പെയ്ഡ് ഈസ് 105. അപ്പോൾ 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയത്ത് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കേണ്ട പൈസ 105 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ടാക്സിയിൽ ഇരുന്നാൽ പോലും, യാത്ര ചെയ്യാതെ നിങ്ങൾ ഇരുന്നാൽ പോലും നിങ്ങൾ ആ ഫിക്സഡ് ചാർജ് കൊടുക്കണം. വണ്ടി അനങ്ങിയിട്ടില്ല, നിങ്ങൾ ഇരുന്നാൽ തന്നെ ഈ ഫിക്സഡ് ചാർജ് കൊടുക്കണം. അപ്പോൾ പെർ കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് ഇവിടെ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡാറ്റ അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എ പ്ലസ് 10b ഇസ് ഈക്വൽ ടു 105. ഇതൊരു ഇക്വേഷൻ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഡാറ്റ എന്താ? ജേർണി ഓഫ് 15 കിലോമീറ്റേഴ്സ് ചാർജ് പെയ്ഡ് ഇസ് 115. അതായത് 15 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യുന്നതിന് 15b ഇസ് ഈക്വൽ ടു 155. ഓക്കെ, ഇനിയിപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും വളരെ ഈസി അല്ലേ? അങ്ങനെ ചെയ്യാൻ തോന്നും. പക്ഷെ ഫസ്റ്റ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് എ ഇസ് ഈക്വൽ ടു 105 മൈനസ് 10b എന്നാണ്. ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 105 ഇസ് ഈക്വൽ ടു 10b പ്ലസ് 15b ഇസ് ഈക്വൽ ടു 155. ഓക്കെ, ഇവിടെ 5b കിട്ടും. ഇതിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാം. 50 കിട്ടും. ബി എന്ന് പറയുന്ന 10 റുപ്പീസ് അല്ലേ? 10 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ എ ഇസ് ഈക്വൽ ടു 105 മൈനസ് 10 ടൈംസ് ബി 10 ആണ്. എ എന്ന് പറയുന്നത് 5 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ മിനിമം ചാർജസ് 5 റുപ്പീസ്, പെർ കിലോമീറ്റർ ചാർജസ് 10 റുപ്പീസ്. ഇനി നമുക്കൊന്ന് എലിമിനേഷൻ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ ഡാറ്റ എ പ്ലസ് 10b ഇസ് ഈക്വൽ ടു 105, എ പ്ലസ് 15b ഇസ് ഈക്വൽ ടു 155. ഇതിന് ഇക്വേഷൻ 1 കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എന്താണ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. എ ക്യാൻസൽ ആയി പോയി. 15 മൈനസ് 10b, കാരണം 2 മൈനസ് 1, ഇക്വേഷൻ 2 മൈനസ് 1 ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് 15b മൈനസ് 10b വരുന്നത് 5b. 155 മൈനസ് 105 50. ബി കിട്ടുന്നത് 10. അതേപോലെ തന്നെ എ എത്ര കിട്ടും? എ 5. നമുക്ക് ജസ്റ്റ് ഈ വാല്യൂസ് ഇട്ട് നോക്കാം, കറക്റ്റാണ് നോക്കാം. എ പ്ലസ് 10b ഇസ് ഈക്വൽ ടു 105 വരുന്നുണ്ടോ നോക്കാം. 5 പ്ലസ് 100, 10 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 105. യെസ്, കറക്റ്റാണ്. മറ്റേ വാല്യൂയിൽ കൂടി ഇട്ട് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? നമുക്കതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയായിരുന്നു വാല്യൂസ്? 5x പ്ലസ് 7y ഇസ് ഈക്വൽ ടു 50 ആണോ? 50. ഓക്കെ, 7x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 46 അല്ലേ? 7x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 46. ഓക്കെ, ഇനി നമുക്കിതിന് ഇക്വേഷൻ 1 കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1 നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ച് നോക്കുമ്പോൾ 5, 7 ഇവിടെ ഉണ്ട് കോയിഫിഷ്യൻ്റ്. ഇവിടെ 7, 5 ഉണ്ട്. 5, 7, 7, 5. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷന്, രണ്ട് ഇക്വേഷന് ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട്, അല്ല അങ്ങനെ പറ്റില്ല. നമുക്ക് ഇക്വേഷൻ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 2നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാണെന്ന് ഞാൻ കാണിച്ചാൽ. ഓക്കെ, 5x 49. അത് വരില്ല അല്ലേ? അങ്ങനെ വേണ്ട. 25x 49x വരാം. 25. ഓക്കെ, ഞാൻ കാണിച്ചു. ഓക്കെ, ഇക്വേഷൻ 1 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25x പ്ലസ് 35y ഇസ് ഈക്വൽ ടു 150. അല്ല 150 അല്ലല്ലോ, 250. ഇക്വേഷൻ 2നെ 7നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 49x പ്ലസ് 35y ഇസ് ഈക്വൽ ടു 42, 28, 322 അല്ലേ?
7 times 46 എത്ര? 428 322. യെസ്, 322 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം, ഈ ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 24x, ഈ y ടേം ഫുൾ ക്യാൻസൽ ആയി, ഇസ് ഈക്വൽ ടു 322 മൈനസ് 250 എത്രയാണ്? വേഗം പറയും. 572 വന്നു അല്ലേ? 72. ഓക്കെ, അപ്പോൾ എക്സ് എത്ര കിട്ടുന്നത്? എക്സ് 3 കിട്ടും. അതേപോലെ y നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. y എത്ര കിട്ടാം? y 5 കിട്ടും. ഓക്കെ, ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേസ് ക്ലാസ്. ഇത്രയേ ഉള്ളൂ എന്ന് പറയാനുള്ളത്. ലീനിയർ ഇക്വാളിറ്റീസ് ഇൻ ടു വേരിയബിൾസ് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ജസ്റ്റ് ഒരു കാര്യം കൂടി, നമുക്ക് റാൻഡം ഒരു ഇക്വേഷൻ ഇട്ട് നോക്കാം, അതിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നോക്കാം. അത് പറയാത്തതുകൊണ്ട് എനിക്ക് എന്തോ ഒരു മനസ്സിൽ ഒരു സമാധാനം കിട്ടുന്നു. ഓക്കെ, നമുക്കത് ജസ്റ്റ് ട്രൈ നോക്കാം. 1 2 3 4 5. ഇപ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു 10 ഉണ്ട്. 10 വേണ്ട, എക്സ് മൈനസ് വൈ ഇക്വൽ ടു 6 എന്ന് പറയും. ഓക്കെ, എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു 6 കൊടുത്തല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ എക്സിന് 0 കൊടുക്കാം. അന്നേരം എന്താ കിട്ടുന്നത്? വൈ ഇസ് ഇക്വൽ ടു മൈനസ് 6. വൈന് 0 കൊടുത്താൽ എന്ത് കിട്ടും? എക്സ് ഇസ് ഇക്വൽ ടു 6. ആ പോയിന്റ് മാർക്ക് ചെയ്ത് എക്സ് 0 മൈനസ് 6, ഇത് മൈനസ് 6 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, എക്സ് 0 മൈനസ് 6 ഏതാ? അല്ല, ഇത് മൈനസ് 6 ആണ്. എക്സ് 0 വൈ മൈനസ് 6, എക്സ് 0 വൈ മൈനസ് 6, ഇതല്ല പോയിന്റ്. വൈ 0 എക്സ് 6, വൈ 0 എക്സ് 6, ഇതല്ല പോയിന്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതാ ഇങ്ങനത്തെ ലൈനാണ് കിട്ടുന്നത്. ഇതെങ്ങനെ പോയി? ഒരു സെക്കൻഡ്, ഇതിങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരച്ചോ. വരച്ച്. യെസ്, ഇപ്പോൾ എത്ര സ്ട്രേറ്റ് എനിക്ക് പറ്റുള്ളൂ, ഞാൻ ആർട്ടിസ്റ്റ് അല്ല. ഓക്കെ, കുറച്ച് സ്ട്രേറ്റ് ആക്കി തരാം. ഇതാ ഇങ്ങനെയാണ് നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എക്സിന് 0 നേരത്തെ പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക, വൈന് 0 കൊടുക്കുക. ഏതാണ് ആ പോയിന്റ് കിട്ടുക, ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വേഷൻ്റെ ഗ്രാഫ് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേസ് ക്ലാസ്. താങ്ക് യു ഫോർ അറ്റൻഡിങ് ടുഡേസ് ക്ലാസ്. താങ്ക് യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് ഞാൻ ഇട്ട് തരാം. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.